ഞാൻ രാവിലെ എഴുതിയിട്ട് വിളക്കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ഉടനെ ഞാൻ കടയിൽ പോയി എനിക്ക് രാവിലെ കപ്പതേക്കുണ്ട് നല്ല കപ്പ അത് ഞാൻ രാവിലെ എടുക്കും വാങ്ങിച്ചതാണ് ഞാൻ രാവിലെ പോയി വാങ്ങിച്ചതാണ്. ഇത് കറിവേപ്പില എനിക്ക് വേണ്ട കാര്യം അവർ തന്നതാണ്. ഇവിടെ നമുക്ക് അറിയത്തുണ്ട് ഉള്ളി വാങ്ങിച്ച് പിന്നെ വേണ്ട സവോള വാങ്ങിച്ചു, പച്ചമുളകുണ്ട് നല്ല വീട്ടിൽ വെച്ച് പച്ചമുളക് വാങ്ങിച്ചു. പിന്നെ തേക്ക് ഇവിടെ ഒരു അടുത്ത വീട്ടിലുണ്ടാകുന്നതാണ്. ഞാനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി. ഈ പയർ പിന്നെ പച്ചമുളക് പിന്നെ തക്കാളി തുടങ്ങിയതാണ്. ഒരു മൂന്നാം സാധനം ഇത് ഒരു മിനിറ്റ് ഇഞ്ചിയാക്കാം. പിന്നെ ചിക്കൻ, കപ്പ, തൈര്. ഇതൊക്കെ ഞാൻ പറഞ്ഞു ശരിക്കും വിശക്കുന്നുണ്ട്. എനിക്ക് സത്യം പറയുന്നത് ശരിക്കും വിശക്കുന്നുണ്ട്. വയറ്റിൽ കിടന്ന് ബ്ലുക്കോ വെക്കുമോ. ഞാനിപ്പോൾ കഴിക്കട്ടെ. അല്ല, ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പം ഞാൻ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ കറികൾ ഇട്ടിട്ട് ഇടുമ്പോഴാണ് അത് റീച്ചാവുന്നത്. ഇതങ്ങനെ റീച്ചാവുന്നത്. പക്ഷേ എങ്കിലും ഞാനായിട്ട് വരുക മറ്റുള്ളവരുടെ ഡയലോഗ് ഇട്ടിട്ട് അങ്ങനെ വരും. അപ്പം ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ചെയ്ത് പാട്ടുകളെ ചിലർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നത്. അതെല്ലാം ഞാൻ വരണേ. ഇപ്പം ഞാനിങ്ങനെ കപ്പ പുഴുങ്ങിയിട്ട് കഴിക്കട്ടെ. വൈകിട്ട് പൈലോ എടുക്കും. വയറ് കായുന്ന മക്കളെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചിക്കൻ വാങ്ങിച്ചില്ലേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോഴാണ് അതാണ് റീച്ച് ആകത്തുള്ളത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ ആണെങ്കിൽ അത്ര ഇത് വരത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ അതിനു വേണ്ടി സത്യം പറഞ്ഞ ചിക്കൻ വാങ്ങിച്ചത്. ഇവിടെ ചിക്കൻ വാങ്ങിച്ചാൽ അപ്പം ഈ ചിക്കൻ നല്ല രീതിയിൽ കുക്കിങ് ചെയ്തുകൊണ്ട് ഞാൻ വരാമേ. അത് പുറകെ ഇപ്പം തൽക്കാലം ഞാൻ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കട്ടെ. ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പയറാണ് ഇത്, ഭയങ്കര ടേസ്റ്റുമാണ്. തോരൻ വെക്കാനും കൊള്ളാം, പിന്നെ ഈ മെഴുക്കുവരട്ടി വെക്കാനും നല്ലതാണ്. പിന്നെ വന്നിട്ട് എന്തുവാ രാവിലെ നമുക്ക് പാചകമൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും വേണ്ടി പാചകം ചെയ്യാനല്ലേ ഇഷ്ടം. പക്ഷെ നമുക്ക് എന്തുണ്ടാക്കി കഴിക്കാനാണ് അങ്ങനെ ഫുഡുകളൊക്കെ നമ്മൾ കുറയ്ക്കും. പക്ഷെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോന്നിനും കുറവുകൾ വരുമ്പോൾ നമുക്ക് അസുഖം വരും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോഴൊക്കെ മറ്റുള്ളവരെ അത് ശല്യം ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ. അപ്പം നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ അത്